ഡേ 3 ഓഫ് ഡെയിലി കോൺവെർസേഷൻ ഫ്രേസസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നേരത്തെ വീഡിയോ കാണാത്തവർ പോയി കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആൻഡ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ, ബിക്കോസ് ഇത് നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഫ്രേസസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോണേ. ആദ്യത്തെ ഫ്രേസാണ് ഐ ടേക്ക് മൈ വേർഡ്സ് ബാക്ക്. നമ്മളിപ്പോൾ ഒരാളോട് തല്ലുകൂടി, ഞാൻ ആ പറഞ്ഞ കാര്യം തിരിച്ചെടുക്കുന്നു എന്ന് പറയണതാണ് ഐ ടേക്ക് മൈ വേർഡ്സ് ബാക്ക്. ഇതിൻ്റെ വേറെ കുറേ ഫ്രേസസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യത്തെയാണ് ഐ വിഡ്രോ വാട്ട് ഐ സെഡ്. ഞാൻ പറഞ്ഞ കാര്യം തിരിച്ചെടുക്കുന്നു. ഐ വിഡ്രോ വാട്ട് ഐ സെഡ്. 2 ഐ ടേക്ക് ദാറ്റ് ബാക്ക്. ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഐ ഷുഡൻറ്റ് ഹാവ് സെഡ് ദാറ്റ്. റിഗ്രറ്റ് സെയിങ് ദാറ്റ്. അത് പറഞ്ഞതിൽ എനിക്ക് വിഷമമുണ്ട്. ഇപ്പം നിങ്ങളൊരു കാര്യം മറന്നുപോയി, അപ്പം നിങ്ങൾക്ക് അതെങ്ങനെ പറയാം? ഇറ്റ് സ്ലിപ്ഡ് മൈ മൈൻഡ്, അല്ലെങ്കിൽ ഐ ലോസ്റ്റ് ട്രാക്ക് ഓഫ് ഇറ്റ്, അല്ലെങ്കിൽ ഇറ്റ് ഡിഡൻറ്റ് ക്രോസ് മൈ മൈൻഡ്, ഇറ്റ് സ്കിപ്ഡ് മൈ മൈൻഡ്, ഇറ്റ് എസ്കേപ്ഡ് മൈ മെമ്മറി. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ കംപ്ലീറ്റ്ലി ഫോർഗോട്ട്. ഞാൻ പൂർണ്ണമായി മറന്നുപോയി, എനിക്ക് നിന്നെ ശരിക്കും മനസ്സിലായില്ല. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ഐ ഓൾമോസ്റ്റ് ഡിഡൻറ്റ് റെക്കഗ്നൈസ് യു. നിങ്ങളിപ്പോൾ കുറേ നാൾ കഴിഞ്ഞൊരു ഫ്രണ്ടിനെ കാണുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, എടാ ഐ ഓൾമോസ്റ്റ് ഡിഡൻറ്റ് റെക്കഗ്നൈസ് യു. എനിക്ക് ശരിക്കും നിന്നെ മനസ്സിലായില്ല. യു ലുക്ക് സോ ഡിഫറെൻറ്റ്. ഐ ഹാർഡ്ലി റെക്കഗ്നൈസ്ഡ് യു. ഇറ്റ് ടുക്ക് മീ എ മൂമെൻറ്റ് ടു റെക്കഗ്നൈസ് യു. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഇസ് ദാറ്റ് റിയലി യു മിസ്റ്റർ ഫ്രാൻസിസ്? ഐ കുഡ് ഹാർഡ്ലി ടെൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, യു ലുക്ക് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ബിഫോർ. നീ ഭയങ്കര വ്യത്യാസമായിട്ടിരിക്കുന്നു മുന്നത്തെക്കാട്ടും. ഞാൻ മനസ്സിൽ പറയാനിരുന്ന കാര്യമാണ് നീ പറഞ്ഞത്. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ഇപ്പം ഞാനിവിടെ ഇൻ്റർവ്യൂവിനും കമ്മ്യൂണിക്കേഷനും സ്പോക്കൺ ഇംഗ്ലീഷിനും കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ നമ്പർ പ്രൊവൈഡ് ചെയ്യാം. താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. ഇൻഡിവിജ്വൽ ക്ലാസ്സും ഉണ്ട്, ഗ്രൂപ്പ് ക്ലാസ്സും ഉണ്ട്. അപ്പം ഇതിൻ്റെ ഫ്രേസ് നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ നമുക്ക് പറയാം? യു ടുക്ക് മൈ വേർഡ്സ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം I was just about to say that. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, hey, that's exactly what I was thinking. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, you read my mind, or you have got my exact words. എങ്ങനെ ഒരാളോട് മാറി നിൽക്കാൻ പറയാം? ഇപ്പം നിങ്ങളൊരു തിയേറ്ററിൽ പോകുന്നു, അല്ലെങ്കിൽ ഒരു ക്രൗഡിൻ്റെ മുന്നിലാണ്, അങ്ങനെ മുന്നിലത്തെ ആൾക്കാരോടൊന്ന് മാറി നിൽക്കാൻ പറയാം, എക്സ്ക്യൂസ് മീ പ്ലീസ്, ഓർ could you let me pass? അല്ലെങ്കിൽ മൂവ് അസൈഡ്. ദേഷ്യത്തിൽ പറയുകയാണെങ്കിൽ മൂവ് ഔട്ട് ഓഫ് മൈ വേ. ഇപ്പം നമ്മളൊരു കൊച്ചിനോട് ചോദിക്കുകയാണ്, ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? അല്ലെങ്കിൽ നീ ഒരു പുതിയ സ്വിമ്മിങ് ക്ലാസ് അറ്റൻഡ് ചെയ്യല്ലേ, എങ്ങനെ പോകുന്നു? അപ്പം ആ കുട്ടി പറയാണ്, സോ ഫാർ സോ ഗുഡ്. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. സോ ഫാർ സോ ഗുഡ്. ഓർ എവറിത്തിങ് ഈസ് ഗോയിങ് വെൽ സോ ഫാർ. അല്ലെങ്കിൽ തിങ്സ് ആർ ഗോയിങ് സ്മൂത്ത്ലി. അല്ലെങ്കിൽ ഓൾ ഈസ് ഗുഡ് സോ ഫാർ. ലാസ്റ്റ് വൺ, നോ കംപ്ലയിൻറ്റ് സോ ഫാർ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതുപോലെ ഇനി ഡേ 4ൻ്റെ അടുത്ത വീഡിയോയും ഇടുന്നതായിരിക്കും. സോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് കമൻറ്റ് ബോക്സിൽ വേണ്ടതെന്നും കൂടി നിങ്ങൾ മെൻഷൻ ചെയ്യണം.